പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. നിശബ്ദതയിലെ പുഞ്ചിരി. ദുഃഖവെള്ളിയാഴ്ചയുടെ ആദ്യ നിമിഷങ്ങളിൽ ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ഈ ദുഃഖവെള്ളിയിൽ നമ്മൾ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു. പരിഹാസങ്ങളുടെയും നിലവിളികളുടെയും ഇടയിൽ നിശബ്ദതയുടെ ആഴമേറിയ ഒരു ഭാഷ അവിടെയുണ്ട്. നല്ല കള്ളനായ വിമലഹൃദയൻ സെന്റ് ഡിസ്മാസ് അവിടെ അത്ഭുതങ്ങളല്ല കണ്ടത്, മുറിവേറ്റ ശരീരവും രക്തം വാർന്ന മുഖവുമാണ് അവൻ കണ്ടത്. മറ്റുള്ളവർ ഒരു ഇരയെ കണ്ടപ്പോൾ നിശബ്ദതയിലൂടെ അവൻ ഒരു രാജാവിനെ തിരിച്ചറിഞ്ഞു. ഉയർപ്പിന് മുൻപേ മുറിവേറ്റവൻ്റെ പുഞ്ചിരി അവൻ കണ്ടു. തോടിനരികിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിൽ 55 വർഷം മുമ്പ് ഞാൻ കണ്ടതും അതേ നിശബ്ദ മുഖമായിരുന്നു. ആ കുഞ്ഞിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല, എങ്കിലും ആ നിശബ്ദത ഒരു കൽപ്പനയായി മാറി. മറക്കപ്പെട്ടവരെ സ്നേഹിക്കാനും സംരക്ഷിക്കാനുമുള്ള കൽപ്പന. ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നമ്മൾ വലിയ അത്ഭുതങ്ങൾക്കായാണോ കാത്തിരിക്കുന്നത്, അതോ തൊട്ടടുത്ത് നിൽക്കുന്ന മുറിവേറ്റവനിലൂടെ ദൈവം സംസാരിക്കുന്ന നിശബ്ദത കേൾക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? യേശുവിനോടൊപ്പം ക്രൂശിതനായ നല്ല കള്ളൻ്റെ രൂപമെങ്കിലും നൽകൂ. സ്വർഗവാഗ്ദാനം വാങ്ങാം. യേശുവിനോടൊപ്പം ക്രൂശിതനായ നല്ല കള്ളന്റെ രൂപമെങ്കിലും നൽകൂ. സ്വർഗവാഗ്ദാനം വാങ്ങാൻ. യേശുവിനൊപ്പം ക്രൂശിതനായ നല്ല കള്ളന്റെ രൂപമെങ്കിലും നൽകൂ. സ്വർഗ